പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ അനന്തുവിന്റെ വീട്ടിലേക്ക് എത്തുകയാണ്. അർജുൻ കല്യാട് തുടരുന്നുണ്ട് അനന്തുവിന്റെ വീട്ടിൽ. അർജുൻ കല്യാട് പ്രതിപക്ഷ നേതാവ് കുടുംബത്തെ കാണാനായി എത്തുകയാണ്. നേരത്തെയും മറ്റു രാഷ്ട്രീയ നേതാക്കളും ഒക്കെ വന്നു പോയതാണ്. ഇപ്പോൾ KSEBക്കെതിരായ സമരത്തിന് ശേഷമാണ് പ്രതിപക്ഷ നേതാവും സംഘവും എത്തുന്നത്. തീർച്ചയായിട്ടും സുജയ, ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് കൂടി കഴിഞ്ഞ ദിവസം ഷോക്കേറ്റ് മരണപ്പെട്ടിട്ടുള്ള അനന്തുവിൻ്റെ വീട്ടിലേക്ക് എത്തുകയാണ്. ഇപ്പോൾ അനന്തുവിൻ്റെ മാതാപിതാക്കളുമൊക്കെയായി പ്രതിപക്ഷ നേതാവ് സംസാരിക്കുകയും ചെയ്തു. ഇന്നലെ തന്നെ സ്ഥലത്തേക്ക് എത്തിയിരുന്ന നേതാക്കളെല്ലാം തന്നെ അനന്തുവിൻ്റെ മാതാപിതാക്കളെല്ലാം തന്നെ കണ്ടിരുന്നു. ഇപ്പോൾ എന്തായാലും പ്രതിപക്ഷ നേതാവ് അനന്തുവിൻ്റെ വീട്ടിലെത്തുകയാണ്. മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ചടങ്ങ് വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രതിപക്ഷ നേതാവ് വീട്ടിന് പുറത്ത് ഇരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ വീട്ടിലെത്തിയ രക്ഷിതാക്കൾ ഉൾപ്പെടെ കാണും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും വലിയ രാഷ്ട്രീയ ആരോപണമൊക്കെ ഉണ്ടായ ഒരു സംഭവം കൂടി ഈ ഒരു അനന്തുവിൻ്റെ മരണത്തിന് പിന്നാലെ ഉണ്ടായിട്ടുണ്ട്. വലിയ ദാരുണമായിട്ടുള്ള സംഭവമാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗൂഢാലോചന ഉൾപ്പെടെയുള്ള പരാമർശങ്ങൾ വലിയ ചർച്ചയാവുകയും ചെയ്തൊരു പശ്ചാത്തലം കൂടിയുണ്ട്. ആ പശ്ചാത്തലത്തിലാണ് പ്രതിപക്ഷ നേതാവ് സംസാരിക്കുന്നത്. നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ നേതാക്കളെല്ലാം തന്നെ ഈ സ്ഥലത്ത്, അതായത് നിലമ്പൂരിൽ തന്നെ ഉണ്ട് എന്നുള്ളത് കൂടിയാണ് ഇവിടത്തേക്ക് എത്താനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണമായി മാറിയത്. കാരണം നേതാക്കളെല്ലാം തന്നെ സ്ഥലത്തുണ്ടത്. മുന്നണി വ്യത്യാസമില്ലാതെ എല്ലാ നേതാക്കളും ഈ സ്ഥലത്തേക്ക് എത്തുകയും രക്ഷിതാക്കളെ, അനന്തുവിൻ്റെ അച്ഛനെയും അമ്മയെയും ഒക്കെ ആശ്വസിപ്പിക്കുന്നുണ്ട്. പക്ഷേ ആശ്വാസവാക്കുകൾക്കപ്പുറത്ത് ആ കുടുംബത്തിന് ഇത് താങ്ങാൻ വേണ്ടി കഴിയാത്ത വേദനയാണ് സമ്മാനിച്ചതെന്ന കാര്യത്തിൽ, വേദനയാണ് ഉണ്ടാക്കിയതെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. വലിയ പ്രയാസമാണ് ആ കുടുംബത്തിന് ഉണ്ടാക്കിയിരിക്കുന്നത്. വലിയ ബുദ്ധിമുട്ട് കുടുംബത്തിൻ്റെ ഭാഗമായി നേരത്തെ അമ്മയുടെ സഹോദരൻ ഉൾപ്പെടെ നമ്മളോട് സംസാരിച്ചത് ചില കാര്യങ്ങളാണ്. കാരണം ഇനിയൊരു കുടുംബത്തിനും ഇത്തരമൊരു അനുഭവമില്ലാത്ത രീതിയിൽ ഇത്തരമൊരു സംഭവത്തിന് ഇരയാക്കാൻ പാടില്ല എന്നുള്ള ഒരു കാര്യം എല്ലാവരും ചേർന്ന് ഉറപ്പുവരുത്തണം. അതോടൊപ്പം തന്നെ നിലവിലിപ്പോൾ പ്രതി ചേർക്കപ്പെട്ടിട്ടുള്ള ഈ കേസിൻ്റെ ഭാഗമായി കണ്ടെത്തിയിട്ടുള്ള പ്രതിയെ കൃത്യമായ രീതിയിൽ നിയമ സംവിധാനത്തിന് മുന്നിൽ കൊണ്ടുവരികയും പരമാവധി ശിക്ഷ ഉറപ്പുവരുത്താൻ ആവശ്യമായിട്ടുള്ള നടപടികൾ എല്ലാവരുടെയും ഭാഗത്തുണ്ടാവണം. അതിനു പുറമെ ഇതൊരു പാവപ്പെട്ട കുടുംബമാണ്. കുടുംബത്തിൻ്റെ അത്താണിയും പ്രതീക്ഷയും ഒക്കെയായി ഉണ്ടായിരുന്നത് അനന്തുവാണ്. 2 പെൺമക്കളാണ് ഈ കുടുംബത്തിന്, അനന്തുവിനെ കൂടാതെ ഉള്ളത്. അപ്പോൾ സ്വാഭാവികമായും കുടുംബത്തിൻ്റെ പ്രതീക്ഷയും കുടുംബത്തിൻ്റെ വലിയ അത്താണിയും ഒക്കെയായി മാറേണ്ടുന്ന ഒരു കുട്ടി കൂടിയാണ് അനന്തു. അപ്പോൾ സ്വാഭാവികമായും കുടുംബത്തിൻ്റെ സംരക്ഷണം ഉറപ്പുവരുത്താൻ ആവശ്യമായിട്ടുള്ള ഇടപെടലുകൾ, കുടുംബത്തിൻ്റെ സംരക്ഷണം ഉറപ്പുവരുത്താൻ ആവശ്യമായിട്ടുള്ള നടപടികളൊക്കെ സർക്കാർ സംവിധാനങ്ങളുടെയും മറ്റുള്ളവരുടെയും ഒക്കെ ഭാഗമായി ഉണ്ടാവണം. അതിന് പുറമെ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി കുടുംബം പറയുന്നത്, ഇതൊരു രാഷ്ട്രീയമായിട്ടുള്ള കാര്യമാക്കി മാറ്റരുത്. എല്ലാവരും ചേർന്നും കൊണ്ട് കുടുംബത്തിന് സംരക്ഷണം ഉറപ്പുവരുത്തുകയും അതുപോലെ തന്നെ ഈ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ ചെയ്യണമെന്നുള്ള കാര്യമാണ് കുടുംബത്തിൻ്റെ ഭാഗമായിട്ടുള്ള പ്രതികരണത്തിലൂടെ നമുക്ക് വ്യക്തമാക്കിയിട്ടുള്ളത്. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് ഈ കുടുംബത്തിന് ആശ്വസിപ്പിക്കുന്നതിന് വേണ്ടി വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. പ്രതിപക്ഷ നേതാവിനോടൊപ്പം തന്നെ മലപ്പുറം DCC അധ്യക്ഷൻ VS ജോയും മഹിളാ കോൺഗ്രസിൻ്റെ നേതാവും കോൺഗ്രസിൻ്റെ വളരെ പ്രധാനപ്പെട്ട മഹിളാ നേതാവുമായിട്ടുള്ള ബിന്ദു കൃഷ്ണ, അതുപോലെ തന്നെ നേരത്തെ ഈ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ ഇതിനകത്ത് ഗൂഢാലോചനയുണ്ട് എന്നുള്ളതായിരുന്നു ഇടതുപക്ഷ നേതാക്കൾ, CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും വനം വകുപ്പ് മന്ത്രിയുമൊക്കെ ഉയർത്തിയിട്ടുള്ളൊരു പ്രധാനപ്പെട്ട ആരോപണം. ആ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റൊക്കെ പ്രതിപക്ഷ നേതാവിനോടൊപ്പം ഈ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇന്നലെ തന്നെ ഈ സ്ഥലത്തുണ്ടാവുകയും ഇവിടെയുള്ള എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുകയുമൊക്കെ ചെയ്ത ഒരാൾ കൂടിയാണ്. എന്തായാലും ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് കൂടി വീട്ടിലേക്ക് എത്തുന്നു. ഇനി ഇതിന് ശേഷം രക്ഷിതാക്കളെയൊക്കെ സന്ദർശിച്ചതിന് ശേഷം അദ്ദേഹം ഇന്ന് ഉയർന്നു വന്നിട്ടുള്ള രാഷ്ട്രീയ ആരോപണങ്ങൾക്കൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള മറുപടികൾ പറയുമോ എന്നുള്ള കാര്യം കൂടി വളരെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. എന്തൊക്കെ രാഷ്ട്രീയ ആരോപണങ്ങൾ ഉണ്ടായാലും, എന്തൊക്കെ തരത്തിലുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങൾ ഇതിന് പിന്നിൽ ചർച്ച ചെയ്താലും ഏറ്റവും പ്രധാനമായി കാണേണ്ടുന്നൊരു കാര്യം ഈ കുടുംബത്തിൻ്റെ വേദനയാണ്, കുടുംബത്തിൻ്റെ ദുഃഖമാണ്, കുടുംബത്തിൻ്റെ പ്രയാസമാണ്, കുടുംബത്തിൻ്റെ ബുദ്ധിമുട്ടുകളാണ്. അതൊക്കെയാണ് ഇനി ഏറ്റവും പ്രധാനമായി ചർച്ച ചെയ്യേണ്ട, അല്ലെങ്കിൽ ഏറ്റവും പ്രധാനമായി എല്ലാവരും കാണേണ്ടുന്നൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം. വളരെ പാവപ്പെട്ട
ഏറ്റവും സാധാരണ രീതിയിൽ ജീവിക്കുന്ന ഒരു കുടുംബമാണ് അനന്തുവിൻ്റെ കുടുംബം. അതായത് അച്ഛൻ സാധാരണ കൂലിപ്പണി ചെയ്യുന്നയാളാണ്. അമ്മയ്ക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, എന്നാലും സാധാരണ കൂലിപ്പണി ചെയ്യാറുണ്ട്. മറ്റ് 2 പെൺമക്കൾ പഠിക്കുന്ന അല്ലെങ്കിൽ പഠനം നടത്തുന്ന പെൺകുട്ടികളാണ്. അനന്തു ആണ് കുടുംബത്തിൻ്റെ ഒരു പ്രതീക്ഷയായി, അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു നട്ടെല്ലായി വളർന്നു വരേണ്ടത്. പക്ഷേ അനന്തുവിനാണ് ഇങ്ങനെ ഒരു ദാരുണാന്ത്യം സംഭവിച്ചത്. അതോടുകൂടി തന്നെ ആ കുടുംബത്തിൻ്റെ നട്ടെല്ല് തന്നെ ഇല്ലാതായിരിക്കുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഇന്ന് രാവിലെ പോലും അച്ഛനോട് സംസാരിക്കുമ്പോൾ അച്ഛൻ അത്രയേറെ വികാരഭരിതനായിട്ടാണ്, ഒരു വാക്ക് പോലും പറഞ്ഞ് മുഴുവിപ്പിക്കാൻ കഴിയാത്ത രീതിയിലുള്ള പ്രതികരണമാണ് ആ പിതാവിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. അത്രയേറെ വേദന ആ കുടുംബത്തിന് ഉണ്ടാക്കിയ ഒരു ദാരുണമായിട്ടുള്ള സംഭവമാണ്. ഇതിനകത്ത് ഈ വൈദ്യുതി ലൈൻ എങ്ങനെയാണ്, അല്ലെങ്കിൽ KSEBയുടെ വൈദ്യുതി ലൈനിൽ നിന്നും ഇങ്ങനെ വൈദ്യുതി കണക്ഷൻ എടുത്തുകൊണ്ടൊരു പന്നിക്കണി സ്ഥാപിച്ച് ഇത്തരത്തിലുള്ള ഈ സംഘം, ഈ മാംസക്കച്ചവടവുമൊക്കെ ബന്ധപ്പെട്ടുകൊണ്ടുള്ള സംഘം, ഒരു മാഫിയ സംഘം തന്നെ ഇവിടെ പ്രവർത്തിക്കുന്നു തുടങ്ങിയിട്ടുള്ള ആരോപണങ്ങൾ പ്രദേശവാസികളുടെ ഭാഗത്തു നിന്നുമുണ്ട്. അപ്പോൾ സ്വാഭാവികമായും അതിനകത്തൊക്കെ ഒരു സമഗ്രമായിട്ടുള്ള അന്വേഷണം വേണമെന്നുള്ളതാണ് പ്രധാനമായും ഉയരുന്ന ഒരു കാര്യം. അല്പസമയം മുമ്പ് വീട്ടിലേക്കെത്തി കുടുംബാംഗങ്ങളെ സന്ദർശിച്ച ശേഷം ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ KV മനോജ് കുമാറും പറഞ്ഞിട്ടുള്ളത് പോലീസിനോടും അതുപോലെ തന്നെ ജില്ലാ ശിശുക്ഷേമ സമിതിയോടും അടിയന്തരമായ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. 2 ആഴ്ചക്കകം റിപ്പോർട്ട് ഇത് സംബന്ധിച്ചിട്ടുള്ള സമഗ്രമായ റിപ്പോർട്ട് ആവശ്യപ്പെടുമെന്നുള്ള കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം ഇങ്ങനെ നിയമവിരുദ്ധമായിട്ടുള്ള, അതായത് ഈ വൈദ്യുതി കെണി ഉൾപ്പെടെ സ്ഥാപിച്ചുകൊണ്ട് ഈ കാട്ടുമൃഗങ്ങളെ പിടികൂടാനുള്ള ശ്രമമൊക്കെ നടത്തുന്നുണ്ട് എങ്കിൽ, അതാരുടെയെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടനടി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരാതികൾ നൽകാനും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിയമ നടപടികളിലേക്ക് പോകാനും എല്ലാ മനുഷ്യരും, എല്ലാ പൗരന്മാരും അതിന് തയ്യാറാവണം. അതുകൊണ്ട് തന്നെ ഈ കൊലപാതകത്തിന് നമ്മളെല്ലാവരും, അതായത് ഓരോ പൗരന്മാരും കുറ്റക്കാരാണ് എന്നുള്ള കാര്യം കൂടി അദ്ദേഹം സൂചിപ്പിച്ചിരുന്നു. എന്തായാലും അടിയന്തരമായി ഒരു റിപ്പോർട്ട് ജില്ലാ അന്വേഷണം, ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണ ഉദ്യോഗസ്ഥനോടും അതുപോലെ തന്നെ ഈ ജില്ലാ ശിശുക്ഷേമ സമിതിയോടും ബാലാവകാശ കമ്മീഷനും തേടിയിട്ടുണ്ട്. വലിയ സങ്കടകരമായ, പ്രയാസകരമായ സാഹചര്യമാണ് ഈ കുടുംബത്തിന് ഉള്ളത്. തൊട്ടടുത്തുള്ള, അതായത് വീടിനോട് ചേർന്ന് തന്നെയുള്ള പ്രതിപക്ഷ നേതാവ് VD സതീശൻ അനന്തുവിന്റെ വീട്ടിലെത്തിയിരിക്കുകയാണ്. ഇപ്പോൾ അനന്തുവിന്റെ കുടുംബാംഗങ്ങളെ നേരിൽ കണ്ട് ആശ്വസിപ്പിക്കാനായിട്ടാണ് സന്ദർശനം.